എല്ലാവർക്കും നമസ്കാരം. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്തത് 41 ശ്ലോകമാണ്. ഇന്നലെ നമ്മൾ 40ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു. ഇവിടെ അയുധ്യതായുധാനാം ച സഹസ്രേണ മഹാഹനു പഞ്ചാശദ്ഭിശ്ച നിയതൈരസിലോമാ മഹാസുരഃ. മഹാഹനു എന്ന അസുരൻ്റെ പേരാണ്. ആയുധാനാം സഹസ്രേണ, ആയുധം 10,000 സഹസ്രം 1000. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആയുധം തെറ്റായിട്ട് സഹസ്രം എന്ന് പറഞ്ഞു. ഇവിടെ വീണ്ടും സഹസ്രം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് അത് ഓർമ്മ വന്നത്, ക്ഷമിക്കണം. അസിലോമ മഹാസുരഃ, അസിലോമാവ് എന്ന അസുരൻ. ഇവിടെ അസിലോമാവ് എന്ന് പേര് വരാൻ കാരണം അസി എന്നാൽ വാള് എന്ന അർത്ഥമുണ്ട് ആ വാക്കിന്. അങ്ങനെ വാള് പോലെ രോമങ്ങൾ ഉള്ളവൻ എന്ന അർത്ഥത്തിലാണ് അസിലോമാവ് എന്ന പേര് വന്നിരിക്കുന്നത്. പഞ്ചാശദ്ഭി നിയുതയിച്ച, നിയുതം നമുക്കറിയാം 10 ലക്ഷമാണ് നിയുതം. പഞ്ചാശദ്ഭി നിയുതൈ എന്ന് പറഞ്ഞാൽ 5 കോടി. നിയുതൈ ച അയുധ്യത, യുദ്ധം ചെയ്തു. മഹാഹന് 1 കോടി തേരുകളോടുകൂടിയും, അതായത് രഥങ്ങളോടുകൂടിയും, അസിലോമാവ് എന്ന മഹാസുരൻ 5 കോടി രഥങ്ങളോടുകൂടിയും യുദ്ധം ചെയ്തു. ഇവിടെ ആയുധം 10,000, നിയുതം 10 ലക്ഷം. ഇനി അതിനെക്കുറിച്ച്, ആ സംഖ്യകളെക്കുറിച്ചൊരു ശ്ലോകമുണ്ട്. ഏകം ദശം ശതം ചൈവ സഹസ്രമയുധം തഥാ ലക്ഷം ച നിയുതം ചൈവ കോടിരർബുദമേവ ച വൃന്ദം ഖർവോ നിഖർവശ്ച ശംഖപത്മൗജസാഗരഃ അന്ത്യം മധ്യം പരാർദ്ധം ച ദശവൃദ്ധ്യ യഥാക്രമം എന്ന് ബ്രഹ്മാണ്ഡപുരാണത്തിൽ നിന്നൊരു ശ്ലോകം ഉണ്ട്. ഈ സംഖ്യകളെ സൂചിപ്പിക്കുന്നതാണ്. ഏകം ദശം ശതം, ഇവയെല്ലാം നമുക്കറിയാം, സഹസ്രവും അറിയാം. ഇപ്പോൾ ആയുധം 10,000 പറഞ്ഞു. ലക്ഷം തന്നെ. നിയുതം 10 ലക്ഷമാണ്. കോടി തന്നെയാണ്. അർബുദം 10 കോടിയാണ്. വൃന്ദം 100 കോടി, ഖർവം 1000 കോടി, നിഖർവം 10,000 കോടി, ശംഖം 1,00,000 കോടി, പത്മം 10 ലക്ഷം കോടി, സാഗരം 100 ലക്ഷം കോടി, അന്ത്യം 1000 ലക്ഷം കോടി, അതുപോലെ മധ്യം 10,000 ലക്ഷം കോടി, പരാർദ്ധം ലക്ഷം കോടിയാണ്. ഇങ്ങനെ 1 മുതൽ 10 ഇരട്ടിച്ചാണ് വരുന്നത്. ഇൻറ്റു 10 ചെയ്താൽ മതി ഇത് ഈ ശ്ലോകം പഠിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ സംഖ്യകളെല്ലാം ഹൃദിസ്ഥമാകും. ആയുധാനാം സഹസ്രേണാന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10,000 പ്രാവശ്യം 1000. 10,000 × 1000 1 കോടിയാണ്. പഞ്ചാശദ്ഭി നിയുതൈ എന്ന് പറഞ്ഞാൽ 50 പ്രാവശ്യം ഇൻറ്റു 10 ലക്ഷം, അപ്പോൾ 5 കോടി. ഇനി മഹാഹനു എന്ന മഹാസുരൻ 1 കോടി തേരുകളോടുകൂടിയും, അസിലോമാവ് എന്ന മഹാസുരൻ 5 കോടി രഥങ്ങളോടുകൂടിയും ദേവിയോട് എതിർത്ത് യുദ്ധം ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അയുധാനാം ശതൈ ഷഡ്ഭിർ ബാഷ്കളോ യുധേരണേ ഗജവാജി സഹസ്രൗഹൈരനേകൈ പരിവാരിതഃ വൃതോ രഥാനാം കോട്യാച യുദ്ധേ തസ്മിന്നയുധ്യത. ബാഷ്കളൻ എന്ന അസുരൻ, ബാഷ്കളൻ എന്ന അസുരൻ രണേ യുദ്ധത്തിൽ അയുധാനാം ഷഡ്ഭി ശതൈഹി 60 ലക്ഷം തേരുകളോടുകൂടി എന്നാണ്. ഇപ്പോൾ ആയുധവും 6 ആണെന്നറിയാം. ശതം 100 ആണെന്നറിയാം. യുദ്ധേ യുദ്ധം ചെയ്തു. പരിവാരിതൻ ഇവിടെ ഒരു അസുരൻ്റെ പേരാണ്, അല്ലാതെ പരിവാരങ്ങളോടുകൂടി എന്നല്ല. അനേകൈ എന്ന് പറഞ്ഞാൽ അനേകം. ഗജവാജി സഹസ്രൗഹൈ, ഗജം ആനയാണ്, വാജി കുതിര, സഹസ്രൗഹൈ അപരിമിതങ്ങളായിരിക്കുന്ന ആന, കുതിര എന്നിവയുടെ കൂട്ടത്തോടെ എന്നാണ്. രഥാനാം കോട്യാച്ച, അതായത് കോടി രഥങ്ങളാലും, വൃതഃ ചുറ്റപ്പെട്ടവനായിട്ട്, തസ്മിൻ യുദ്ധേ ആ യുദ്ധത്തിൽ, അയുധ്യത എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു, ഏറ്റുമുട്ടി. ബാഷ്കളൻ എന്ന അസുരൻ യുദ്ധത്തിൽ 60 ലക്ഷം തേരുകളോടുകൂടിയും, പരിവാരിതൻ എന്ന അസുരൻ അനേകായിരം ആന, കുതിര എന്നിവയുടെ കൂട്ടങ്ങളാലും 1 കോടി രഥങ്ങളാലും ചുറ്റപ്പെട്ടവനായിട്ട് ആ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് അർത്ഥം. ഇനി അടുത്ത നോക്കാം. ബിഡാലാഖ്യോ യുധാനാം ച പഞ്ചാശദ്ഭിരഥായുധൈ. ബിഡാലാഖ്യോ യുധാനാം ച പഞ്ചാശദ്ഭിരഥായുധൈ യുധേ സംയുഗേ തത്ര രഥാനാം പരിവാരിതഃ. ഇവിടെ അനന്തരം ബിഡാലാഖ്യഃ ച, ബിഡാലൻ എന്ന അസുരനും, തത്ര സംയുഗേ ആ യുദ്ധത്തിൽ, അയുധാനാം പഞ്ചാശദ്ഭി അയുധൈ. പഞ്ചാശദ്ഭി ഇവിടെ ആയുധം 10,000, അതുപോലെ ആ പഞ്ചാശദ്ഭി 50, വീണ്ടും ഒരു അയുധൈ, അതായത് 10,000 × 50 വീണ്ടും 10,000. അപ്പോൾ ഇവിടെ 500 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. രഥാനാം പരിവാരിതഃ, തേരുകളെ കൊണ്ട് ചുറ്റപ്പെട്ടവനായിട്ട് യുദ്ധം ചെയ്തു. അതുപോലെ അനന്തരം ബിഡാലൻ എന്ന അസുരനും 500 കോടി രഥങ്ങളാൽ
പരിവൃതനായിട്ട്. ഇവിടെ പരിവാരിതക എന്നുള്ളതിന് ചുറ്റപ്പെട്ടവൻ, പരിവാരങ്ങളോടുകൂടി എന്നുള്ള അർത്ഥമാണ് വന്നിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ യുദ്ധം ചെയ്തു. ഇവിടെ ദുർധരോ ദുർമുഖശ്ചൈവ ബിഡാലാനയനസ്തഥ എന്ന് വേറെ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കിയാൽ മതി. നാമൈകദേശത്തിൽ നാമത്തെ മുഴുവനും ഗ്രഹിക്കണം എന്നുള്ള ഇതുകൊണ്ട് ബിഡാലൻ എന്ന് പകരം നമുക്ക് ബിഡാലസ്യാസിനാൽ എന്ന് പ്രയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. അയുധാനം 10,000, പഞ്ചാശദ്ഭി എന്ന് പറഞ്ഞാൽ 50, അയുധൈ വീണ്ടും 10,000, അപ്പോൾ 500 കോടി. കണക്ക് ശരിയാണോ എന്ന് നോക്കണം. കണക്കിൽ കാര്യമില്ല, നമ്മൾ അർത്ഥം മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ പരിവാരിതം എന്നുള്ളത് രണ്ട് ശ്ലോകത്തിൽ വന്നിരിക്കുന്നു. അതായത് 42-ാം ശ്ലോകത്തിൽ പരിവാരിതക എന്ന് പറഞ്ഞാൽ അസുരൻ എന്നാണ് അർത്ഥം. ഈ ശ്ലോകത്തിൽ ചുറ്റപ്പെട്ടവൻ അല്ലെങ്കിൽ പരിവാരങ്ങളോട് കൂടി എന്നുള്ള അർത്ഥം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അന്യേച തത്രായുധശോ രഥനാഗ ഹയൈർവൃതാഹ യുധു സംയുഗേ ദേവ്യ സഹ തത്ര മഹാസുരാഹ. തത്ര സംയുഗേ, ആ യുദ്ധത്തിൽ, അന്യന്മാരായി, ഈ പേര് പറയപ്പെട്ടതല്ലാതെ മറ്റസുരന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. തത്ര മഹാസുരാഹ ച, അവരിൽ മഹാസുരന്മാരും, അയുധശഃ 10,000 വീതം, രഥനാഗഹയൈഹി, ഇവിടെ തേർ, ആന, കുതിര എന്നിവയെ കൊണ്ട് ചുറ്റപ്പെട്ടവരായിട്ട് എന്നാണ്. വൃതാഹ, ചുറ്റപ്പെട്ടവരായിട്ട്. ദേവ്യാ സഹ യുയുധു, ദേവിയോടുകൂടി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ മറ്റസുരന്മാരും 10,000 വീതം രഥം, ആന, കുതിര ഇവകളോടുകൂടി ദേവിയോട് മറ്റസുരന്മാരും യുദ്ധം ചെയ്തു. അന്യാസുരന്മാരെന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ഈ ദേവി മഹാത്മ്യത്തിൽ തന്നെ വേറെ അസുരന്മാരെ പറയുന്നുണ്ട്. ചണ്ടൻ, മുണ്ടൻ, രക്തബീജൻ, ഇങ്ങനെ കുറേ അസുരന്മാരുടെ പേരുകൾ വരുന്നുണ്ട്. ഇനി നമ്മളത് കവചത്തിലും അതുപോലെ അർഗളം കീലകമൊക്കെ പഠിച്ചപ്പോൾ നമ്മളതിലെ അസുരന്മാരുടെ പേരുകൾ സൂചിപ്പിച്ചിരുന്നു. ആ അസുരന്മാരെ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് ആ യുദ്ധത്തിൽ. അതുപോലെ ചക്ഷുരാദികളിൽ നിന്ന് അന്യന്മാരായി ഏത് അസുരന്മാരുടെ പേരുണ്ടോ അവരൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഉദ്ധരിച്ച പേരുകളല്ലാത്ത അസുരന്മാരെയാണ് അന്യേ എന്ന് പറഞ്ഞിരിക്കുന്നത്, അന്യാസുരന്മാർ. ഇനി അടുത്ത ശ്ലോകം നോക്കാം. കോടി കോടി സഹസ്രൈസ്തു രഥാനാം ദന്തിനാം തഥാ ഹയാനാം ച വൃതോ യുദ്ധേ തത്രാഭൂൻ മഹിഷാസുരഃ. തഥാ, അപ്രകാരം, മഹിഷാസുരഃ തു, ആ മഹിഷാസുരനും, തത്ര യുദ്ധേ, ആ യുദ്ധത്തിൽ, രഥാനാം ദന്തിനാം, ഇവിടെ രഥാനാം രഥങ്ങൾ, ദന്തിനാം ആനകളാണ്, ഹയാനാം ഹയങ്ങൾ കുതിരകളാണ്, കോടി കോടി സഹസ്രൈഹി ലക്ഷം ലക്ഷം കോടികളെ കൊണ്ട്, അത് വൃതഃ ചുറ്റപ്പെട്ടവനായിട്ട്, അഭൂത് യുദ്ധം ചെയ്യുന്നതിന് സന്നദ്ധരായി നിന്നു എന്നാണ്. ആ മഹിഷാസുരനും അതുപോലെ സൈന്യങ്ങൾ, തേര്, ആന, കുതിര ഇവയുടെ ലക്ഷം ലക്ഷം കോടികളെ കൊണ്ട് ചുറ്റപ്പെട്ടവനായിട്ട് ദേവിയോടുകൂടി പോർ ചെയ്യുന്നതിന് ഒരുങ്ങി നിന്നു. മഹിഷാസുരനാകട്ടെ ആ യുദ്ധത്തിൽ ഇത്രയും വലിയ സൈന്യത്തോടു കൂടി നിൽക്കുകയാണ്. മറുവശത്ത് ദേവി സഹസ്രം കൈകളോടുകൂടി ലോകം മുഴുവനും, അതായത് 3 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് കണ്ണിൽ കാണാം ദേവിയുടെ ആ രൂപം, ഇല്ലേ? ദേവി. തോമരൈ, അടുത്ത ശ്ലോകം നോക്കാം. തോമരൈർ ഭിന്ദിപാലൈശ്ച ശക്തിഭിർ മുസലൈസ്തഥാ യുധു സംയുഗേ ദേവ്യ ഖഡ്ഗൈ പരശുപട്ടിശൈ. സംയുഗേ, ആ യുദ്ധത്തിൽ, ആ അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ, തോമരൈഹി, തോമരങ്ങൾ എന്ന ആയുധവിശേഷങ്ങൾ, അതൊരു ആയുധമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഭിന്ദിപാലൈ, കവണികളെ കൊണ്ട്, ഈ വലിച്ചു വിടുന്നതാണ് കവണികൾ എന്ന് പറയുന്നത്. കവണയില്ലേ? ശക്തിഭിഹി, ഇവിടെ വേലുകളെ കൊണ്ട്, മുസലൈ എന്ന് പറഞ്ഞാൽ ഉലക്കകൾ, വലിയ ഉലക്കകൾ, പരശു പട്ടിശൈ, കോടാലികൾ, പട്ടിശങ്ങൾ ഇവയെ കൊണ്ടും, ദേവ്യ യുധു, ദേവിയോടുകൂടി യുദ്ധം ചെയ്തു. അപ്പം ആ യുദ്ധത്തിൽ സേനാധിപനായ ചിക്ഷുരന്, നമ്മൾ സേനാനി ചിക്ഷുരനാണെന്ന് വായിച്ചല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ, മുതലായ മഹിഷാസുരൻ, മറ്റു മഹാസുരന്മാർ, തോമരങ്ങൾ, കവണകൾ, വേലുകൾ, ഇരുമ്പുലക്കുകൾ, വാളുകൾ, കോടാലി, പട്ടിശം, ഇങ്ങനെ ഈ ജാതി ആയുധങ്ങളെ കൊണ്ട് ഈ അസുരന്മാർ ദേവിയോട് ഘോരഘോരമായിട്ട് യുദ്ധം ചെയ്തു. ഇനി ഈ ഭിന്ദിപാലം സംശയം കാണൂല്ലേ? കവണ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഈ ആനയെ ഉപദ്രവിക്കാനുള്ള ഒരു ആയുധമാണ് ഭിന്ദിപാലം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ
അടുത്ത ശ്ലോകം കേജിച്ച ശിക്ഷുഭിശക്തി കേജിത് പാശാംസ്തഥാവരെ കിദേവിം ഖഡ്ഗപ്രഹാരൈസ്തു തേതാം ഹന്തും പ്രചക്രമു. കേജിത് ശക്തിം, ചിലർ വേലുകളെ കൊണ്ട്, അതായത് മുരുകൻ്റെ കയ്യിലെ വേല് അത് അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. കേജിത് പാശാൻ, ചിലർ പാശങ്ങൾ അതായത് കയറുകളെ കൊണ്ടും ശിക്ഷു പ്രയോഗിച്ചു. തഥാ അപ്രകാരം അപരേതു തേ അന്യന്മാരായ ചില മഹാസുരന്മാർ ഖഡ്ഗപ്രഹാരൈ വാളുകൾ കൊണ്ട് വെട്ടി, ഖഡ്ഗം കൊണ്ട് പ്രഹരിച്ചു എന്ന് പറഞ്ഞാൽ വാളുകൾ കൊണ്ട് വെട്ടി. താം ദേവിയും, ആ ദേവിയെ ഹന്തും നിഗ്രഹിക്കുന്നതിനായിട്ട്, വധിക്കുന്നതിനായിട്ട് പ്രചക്രമു എന്ന് പറഞ്ഞാൽ അത്യുത്സാഹം ചെയ്തു എന്നർത്ഥം. ചില മഹാസുരന്മാർ വേലുകൾ കൊണ്ടും ചിലർ പാശങ്ങൾ കൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ മറ്റ് ചില അസുരന്മാർ ആ ദേവിയെ വാളുകൾ കൊണ്ട് വെട്ടി നിഗ്രഹിക്കുന്നതിനും വളരെയധികം പ്രയാസപ്പെട്ടു, ഉത്സാഹിച്ചു എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകം സാപി ദേവി തതസ്ഥാനി ശസ്ത്രാണ്യസ്ത്രാണി ചണ്ഡിക ലീലയൈവ പ്രജിച്ഛേദ നിജശസ്ത്രാസ്ത്രവർഷിണി. തതഃ അനന്തരം പിന്നീട് സാ ചണ്ഡികാദേവി അഭി, ആ ചണ്ഡികാദേവിയും താനി ശസ്ത്രാണി അസ്ത്രാണി, ആ അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും നിജശസ്ത്രാസ്ത്രവർഷിണി, തൻ്റെ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും വർഷിക്കുന്നവളായിട്ട് ലീലയാ ഏവ പ്രജിച്ഛേദ, കളിയായിട്ട് തന്നെ ഛേദിച്ചു എന്നാണ്. അതായത് ഇങ്ങോട്ട് അസുരന്മാർ പ്രയോഗിച്ച അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും എല്ലാം ചണ്ഡികാദേവി വളരെ ഒരു നിസ്സാരമായിട്ട്, ലീലയ എന്ന് പറഞ്ഞാൽ കളിയായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ഒരു കളി, നേരം പോക്ക് പോലെ തന്നെ പ്രതിരോധിച്ചു എന്നർത്ഥം. ഇനി ആ ദേവി ഖഡ്ഗാദികളെയും ബാണങ്ങളെയും എല്ലാം, അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞു, ശസ്ത്രങ്ങൾ നമ്മൾ കയ്യിൽ പിടിച്ച് ഉപയോഗിക്കുന്നതും ശസ്ത്രങ്ങൾ കയ്യിൽ നിന്ന് വിട്ടയച്ച് ഉപയോഗിക്കുന്നതുമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ആ അസ്ത്രങ്ങളെല്ലാം ദേവി വളരെ നിസ്സാരമായിട്ട് തന്നെ പ്രതിരോധിച്ചു എന്നർത്ഥം. ഇനി നമുക്ക് ദേവിയുടെ ആ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അനായസ്ഥാനന ദേവി സ്തൂയമാന സുരർഷിഭി മുമോജാസുരദേഹേഷു ശസ്ത്രാണ്യസ്ത്രാണി ജേശ്വരി. ഇനി അനായസ്ഥാനന, അതുപോലെ ദേവിക്ക് ഈ യുദ്ധം കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ വരുന്നത് കണ്ടിട്ടോ യാതൊരു വാട്ടവും ഉണ്ടായില്ല മുഖത്തോട്. അതായത് ഒരു വാട്ടവുമില്ലാത്ത മുഖത്തോടു കൂടിയവളും യാതൊരു ക്ഷീണവും തോന്നാത്ത. സുരർഷിഭി സ്തൂയമാന, അപ്പോൾ സുരർഷിഭി, സുര ദേവന്മാർ, ഋഷിഭി അതുപോലെ ദേവന്മാരാലും ഋഷികളാലും സ്തുതിക്കപ്പെടുന്നവളും ഈശ്വരീദേവി. ഈശ്വരീദേവി എന്ന് പറഞ്ഞാൽ മഹേശ്വരൻ്റെ പത്നിയുമായ ഈ ഭഗവതി അസുരദേഹേഷു, അസുരന്മാരുടെ ശരീരങ്ങളിൽ ശസ്ത്രാണ്യസ്ത്രാണി, ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും മുമോച ച പ്രയോഗിക്കുകയും ചെയ്തു. ഈ ദേവി വളരെ കൂളായിട്ട് ഈ അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും അസുരന്മാരുടെ ശരീരത്തിൽ പ്രയോഗിച്ചു എന്നർത്ഥം. അടുത്ത ശ്ലോകം സോഭിക്രുദ്ധോ ദുതസടോ ദേവ്യ വാഹനകേസരി ചചാരാസുരസൈന്യേഷു വനേഷ്വിവ ഹുദാശനഃ. ദേവ്യാഹ, ആ ദേവിയുടെ സഹ വാഹനകേസരി അഭി, പ്രസിദ്ധമായ നമുക്കറിയാം ഹിമവാൻ കൊടുത്ത വാഹനമുണ്ട് കയ്യിൽ, സിംഹം. ക്രുദ്ധ, കോപിച്ചവനായി ആ സിംഹവും കോപിച്ചു. ധുതസടഹ, ഇളക്കപ്പെട്ട സ്കന്ധരോമങ്ങളോട് കൂടിയിട്ട്. അസുരസൈന്യേഷു, അസുരസൈന്യങ്ങളിൽ. വനേഷു ഹുദാശനഃ ഇവ, അതായത് വനങ്ങളിൽ എങ്ങനെ അഗ്നി പടരുന്നുവോ അതുപോലെ ചചാര സഞ്ചരിച്ചു. അപ്പോൾ ദേവിയുടെ ആ പ്രസിദ്ധമായ വാഹനമായ സിംഹവും, കേസരി സിംഹമാകുന്നു, കോപത്തോടുകൂടി തൻ്റെ ഈ സിംഹത്തിൻ്റെ ജട അറിയാലോ, മുഖത്തിന് ചുറ്റും നമ്മൾ കാണില്ലേ രോമങ്ങൾ, കുഞ്ചിരോമങ്ങൾ, ആ സടയെല്ലാം ഇളക്കിക്കൊണ്ട് അസുര സൈന്യങ്ങളുടെ ഇടയ്ക്കിലേക്ക് കയറി കാടുകളിൽ എങ്ങനെ തീ പടരുന്നുവോ അതുപോലെ സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ദേവിയുടെ വാഹനം, അതായത് സിംഹത്തെ ധ്യാനിക്കുന്ന ശ്ലോകമുണ്ട്, അത് വേറെ വീഡിയോയിലുണ്ട്. അത് ജപിക്കുന്നത് നല്ലതാണ്, സകല വിജയത്തിനും കാര്യസാധ്യത്തിനും നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. വേണ്ടവർക്ക് ഇത് കാണാവുന്നതും കേൾക്കാവുന്നതുമാണ്. അടുത്ത ശ്ലോകം നോക്കാം. നിശ്വാസാൻ മുമുജേയാംശ യുധ്യമാനാരണയംബിക തേ ഏവ സദ്യ സംഭൂത ഗണാഹ ശതസഹസ്രശഃ. അംബിക ച, അംബികയും ആ ചണ്ഡികാദേവിയും രണേ യുധ്യമാന, യുദ്ധത്തിൽ
അതായത് വളരെ ഘോരമായി യുദ്ധം ചെയ്തുകൊണ്ട്, രണം യുദ്ധമാണ്, യുദ്ധത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തുകൊണ്ട് എന്ന് അർത്ഥമുള്ളൂ. യാൻ നിശ്വാസാൻ മുമുജെ, അതുപോലെ ശ്വാസം വിടുന്ന ഉച്ഛ്വാസം, ശ്വാസവും ഉച്ഛ്വാസമാണ് നിശ്വാസാൻ. യാൻ നിശ്വാസാൻ മുമുജെ, വിട്ടുകൊണ്ട്, മുമുജെ വിട്ടുകൊണ്ട്. തേ ഏവ സദ്യ, അവ തന്നെ ആ ക്ഷണത്തിൽ ശതസഹസ്രശഃ ഗണാഹ, 100 100, സഹസ്രം 1000, 1000 × 100. ഇനി ഗണാഹ കൂട്ടമായിട്ട്, ലക്ഷം ലക്ഷം ചണ്ഡികാഗണങ്ങളായി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഓരോ ശ്വാസത്തിലും പല മടങ്ങായി ലക്ഷം ലക്ഷം ചണ്ഡികാദേവിമാരാണോ എന്ന് തോന്നുന്ന പോലെ അത് വളരെയധികം കൂടുതലായിട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ദേവി പല മടങ്ങായിട്ട് പല ദേവിമാർ വന്ന് യുദ്ധം ചെയ്യുന്നതുപോലെ തോന്നിപ്പിച്ചു എന്നാണ്. അതുപോലെ ദേവി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ മഹാസുരന്മാരോടുകൂടി പൊരുതിക്കൊണ്ട്, അതുപോലെ എപ്രകാരം നിശ്വാസങ്ങളെ പുറപ്പെടുവിച്ചു, ഓരോ ശ്വാസത്തിലും ഓരോ ചണ്ഡികാദേവി ഉള്ളതുപോലെ തോന്നിക്കുമാറ് യുദ്ധം ചെയ്തു എന്നേ അർത്ഥമുള്ളൂ. ശതസഹസ്രം എന്ന് പറഞ്ഞാൽ 100,000 ലക്ഷം ആണ് എന്ന് ഞാൻ കണക്ക് പറയുന്നില്ല, കണക്കിൽ ഞാൻ അത്ര മിടിക്കുകയൊന്നുമല്ല. ഇത് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. നമ്പറൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. 100, 100, സഹസ്രം, 1000 എന്നൊക്കെ പറയുമ്പോൾ അത് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി. അതിൽ കാര്യമില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ലക്ഷം ലക്ഷം കോടി, 100,000 കോടി എന്ന് പറഞ്ഞാൽ അനേകം നമ്പർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ജസ്റ്റ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കേവലം അർത്ഥം മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമേ ഉള്ളൂ, അത് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. ഞാനിത് മനസ്സിലാക്കാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടു. അതുപോലെ ഇത് അറിയണമെന്നുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടൊരു ചെറിയ പ്രയാസമാണിത്. നമുക്ക് തുടരാം. യുധിസ്തേവരശുഭിർഭിന്ദിപാലാസി വട്ടിശൈ നാശയന്തോ സുരഗണാൻ ദേവി ശക്തിപബ്രംഹിതാഹ. തേ, ആ ഗണങ്ങൾ, അതായത് ആ ദേവിയുടെ പല രൂപത്തിൽ പുറപ്പെട്ട ആ ഗണങ്ങൾ ദേവീ ശക്തിപബ്രംഹിതാഹ, ദേവിയുടെ ശക്തിയാൽ പ്രോത്സാഹിക്കപ്പെട്ടവരായിട്ട്. അപ്പോൾ ആ ദേവിയുടെ ശക്തി കൊണ്ട് ഇവരെല്ലാം വളരെയധികം ഉത്സാഹത്തോടുകൂടി പരശുഭി, കോടാലികളെ കൊണ്ടും, ഭിന്ദിപാലാസി വട്ടിശൈ, ഭിന്ദിപാലം, വാൾ, വട്ടിശം ഇവകളെ കൊണ്ടും, അസുരഗണാൻ, അസുരഗണങ്ങളെ നാശയന്തഹ, നശിപ്പിക്കുന്നവരായിട്ട് യുയുധുഹു, യുദ്ധം ചെയ്തു. അപ്പോൾ ആ ചണ്ഡികാഗണങ്ങൾ ദേവിയുടെ ശക്തിയാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടവരായിട്ട് കോടാലി, കവണ, വാള്, അതുപോലെ തന്നെ വലിയ വാള്, ഇങ്ങനെ ഓരോ ആയുധങ്ങളും എടുത്ത് അസുരഗണങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഘോരഘോരമായിട്ട് യുദ്ധം ചെയ്തു. ദേവിയുടെ ശക്തി പ്രഭാവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ദേവിയിൽ നിന്ന് തന്നെ പല ദേവിമാരുത്ഭവിച്ച് അവർ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ അത് ദേവിയുടെ ശക്തിയെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകം. അവാദയന്തപടഹാൻ ഗണാഹ ശംഖാസ്തഥാവരേ മൃദംഗാശ്ച തഥൈവ അന്യേ തസ്മിൻ യുദ്ധമഹോത്സവേ. തസ്മിൻ യുദ്ധമഹോത്സവേ, ഇവിടെ യുദ്ധത്തെ മഹോത്സവമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തസ്മിൻ, ആ യുദ്ധ മഹോത്സവത്തിലെ ഗണാഹ, ദേവിയുടെ ഗണങ്ങൾ, പടഹാൻ അവാദയന്ത, പടഹാൻ അവാദയന്ത എന്ന് പറഞ്ഞാൽ പെരുമ്പറകൾ കൊട്ടി ആഘോഷിച്ചു. എല്ലാവർക്കും അറിയാം പെരുമ്പറ എന്ന് പറഞ്ഞാൽ വലിയ ഡ്രമ്മാണ്. തഥാ, അപ്രകാരം, അപരേ ശംഖാൻ, മറ്റ് ചില ഗണങ്ങൾ, അതായത് ദേവിയുടെ മറ്റ് ഗണങ്ങൾ, അപരേ ശംഖാൻ, ശംഖങ്ങളെ മുഴക്കി, ശംഖൂതി എന്നർത്ഥം. തഥാ ഏവ, അതുപോലെ തന്നെ, അന്യേ, മറ്റു ചില ഗണങ്ങൾ, മൃദംഗാൻ, മൃദംഗങ്ങളെയും കൊട്ടിഘോഷിച്ചു. അതായത് യുദ്ധമഹോത്സവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ യുദ്ധമഹോത്സവത്തിൽ ദേവിയുടെ ചില ചണ്ഡികാദേവി ഗണങ്ങൾ പെരുമ്പറയടിക്കുകയും മറ്റു ചിലർ ശംഖങ്ങളെ മുഴക്കുകയും അപ്രകാരം തന്നെ വേറെ ചിലർ മൃദംഗങ്ങളെ കൊട്ടി ഘോഷിക്കുകയും, ഇങ്ങനെ ശബ്ദം വാദ്യഘോഷങ്ങൾ കൊണ്ട് മുഖരിതമാക്കി എന്ന് അർത്ഥം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തതോ ദേവി ത്രിശൂലേനാഗതയാ ശക്തിവൃഷ്ടിഭിഃ ഖഡ്ഗാദിഭിശ്ച ശതശോ നിജഘാന മഹാസുരാൻ. തതഃ ദേവി, അനന്തരം ആ ദേവി, ത്രിശൂലേന ഗതയാ, ത്രിശൂലം കൊണ്ടും ഗത കൊണ്ടും, ശക്തിവൃഷ്ടിഭിഃ, വേലുകളുടെ വർഷങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വേല അയക്കുമ്പോൾ പലതായിട്ട് ചെന്ന് കൊണ്ടു, ഖഡ്ഗാദിഭി ച, വാളുകൾ മുതലായവ കൊണ്ടും, മഹാസുരാൻ, മഹാസുരന്മാരെ, ശതശഃ നിജഘാന, 100 നിഗ്രഹിച്ചു എന്നർത്ഥം. അതായത് ശുദ്ധ മഹോത്സവത്തിൽ
ഉത്സാഹകാരണമായി ചെയ്ത ഈ പെരുമ്പറ, അതുപോലെ മറ്റു വാദ്യഘോഷങ്ങളുടെ ശബ്ദമെല്ലാം കേട്ടപ്പോൾ ദേവിയുടെ ആ ഉത്സാഹം വർദ്ധിച്ച് ദേവി ത്രിശൂലം കൊണ്ടും ഗദ കൊണ്ടും വേലുകൾ കൊണ്ടും വാൾ കൊണ്ടും മഹാസുരന്മാരെ 100 കണക്കിന് നിഗ്രഹിച്ചു എന്ന് അർത്ഥം. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.